സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സ്പെഷ്യൽ LED, ഹെക്സൺ ഷേപ്പിലുള്ള കത്തുമ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു LED, പരിപ്പ് പോലെ ഇരിക്കുന്ന LED, ഇനി അതിന് തന്നെ സ്പെഷ്യൽ റിഫ്ലക്ടറുള്ള വേറൊരു ടൈപ്പ് LED. അങ്ങനെ അധികം ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത വെറൈറ്റി LEDകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ആദ്യം തന്നെ പുറമെ കളറുള്ള ഡിഫ്യൂസ്ഡ് LEDയും ഇനി കളർ ഇല്ലാത്ത ക്ലിയർ LEDയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. രണ്ടും കത്തിക്കുമ്പോൾ ഒരേ നിറമാണെങ്കിൽ കൂടി രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഡിഫ്യൂസ്ഡ് LED കത്തിക്കുമ്പോൾ പ്രകാശം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് വൈഡായിട്ടായിരിക്കും കിട്ടുക. അതുപോലെ ഇതിലെ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ കിട്ടുന്ന ഷാഡോയുടെ ആ ഒരു ഷാർപ്പ്നെസ് വളരെ കുറവായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷാഡോ ആണ് നമുക്ക് ലഭ്യമാകുക. ഇനി ക്ലിയർ ആയിട്ടുള്ള LED നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റ് പോലത്തെ വെളിച്ചമാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഇത് ഉണ്ടാക്കുന്ന ഷാഡോ എന്ന് പറഞ്ഞാൽ വളരെയധികം ഷാർപ്പും ആയിരിക്കും. ഇനി നമ്മൾ ഔട്ട്ഡോർ പോയി ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നമ്മുടെ ഡിഫ്യൂസ്ഡ് LED അത് കത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ ക്ലിയർ ടൈപ്പ് LED യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ ചെറിയ വ്യത്യാസം പോലും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ക്ലിയർ ടൈപ്പ് LED ട്രാഫിക് ലൈറ്റിലും മറ്റും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം വളരെ ദൂരത്തേക്കും വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ പകൽ പോലും നല്ല വ്യക്തമായിട്ട് കാണാനും പറ്റും. നമ്മുടെ ഈ ഡിഫ്യൂസ്ഡ് LEDക്ക് ക്ലിയർ ടൈപ്പ് LEDയെക്കാട്ടിലും വ്യൂവിംഗ് ആംഗിൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈപ്പ് LEDകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻഡിക്കേഷൻ പാനലിലും അതുപോലെ സൈൻ ബോർഡിലൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് ദിശയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് അത് കാണാനും സാധിക്കും. കാഴ്ചയിൽ ഓവൽ ഷേപ്പിലുള്ള ഈ ടൈപ്പ് LED ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിനാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് സ്റ്റാറിലൊക്കെ. ഇത് ഓഫ് ചെയ്താൽ പോലും അതിന്റെ നാച്ചുറൽ നിറം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ ഓൺ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതുകൂടാതെ സ്പെറിക്കൽ ഷേപ്പിലുള്ള ഡയമണ്ട് കട്ടുള്ള LED ഉണ്ട്. ഇത് കത്തിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ തീവ്രമായിട്ടുള്ള പ്രകാശം അതിന്റെ തുമ്പത്ത് ലഭ്യമാകും. ഇനി ഹെക്സഗൺ ഷേപ്പിലുള്ള മറ്റൊരു LED ഉണ്ട്. ഇത് കത്തിച്ച് നോക്കുമ്പോൾ ഇതേപോലെ ഡോട്ടുകൾ ഇതിനകത്ത് നമുക്ക് വിസിബിൾ ആവും. ഇതൊക്കെ നല്ല ഡെക്കറേറ്റീവ് പർപ്പസിന് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന ടൈപ്പ് LEDകളാണ്. സോഡ ഗ്ലാസ് പോലുള്ള ഈ ടൈപ്പ് LEDയുടെ അകത്ത് ഒരു റിഫ്ലക്ടർ ഉണ്ട്. ഇത് കത്തിക്കുമ്പോൾ ഇതേപോലെ വളരെ വൈഡായിട്ട് നല്ല ബ്രൈറ്റ് പ്രകാശമാണ് കിട്ടുന്നത്. LEDയുടെ റേഡിയസ് നോക്കുവാണെങ്കിൽ 3 മില്ലിമീറ്റർ, 5 മില്ലിമീറ്റർ, 10 മില്ലിമീറ്റർ വരെയുള്ള LEDകൾ ലഭ്യമാണ്. 10 മില്ലിമീറ്ററിന്റെ ഈ ഒരു LED കത്തിക്കുമ്പോൾ തന്നെ എത്രമാത്രം ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇൻഡസ്ട്രീസിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ LEDകളെ പറ്റിയിട്ടുള്ള ഈ രസകരമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.